KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പ്രമുഖ ഖുർആൻ പ്രഭാഷകൻ റഹ്മത്തുള്ള കാസിമി മുത്തേടം. ഇരുളിൻ പുക നീക്കിടാ, കരളിൽ ഹിമപൂച്ചൂടാ, നേരിൻ തിരിനാളമിടാ, പാലിൽ ചിരിത്താരുതിരാ, കൈരളിയിൽ ഹൈറുണരാ, ശൈലങ്ങളിലും വിതറാ, തളിരിൻ ചെടി വിത്തുകളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദ്, കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ? KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. സന്തോഷം. ഖുർആൻ പ്രഭാഷണത്തിലൂടെയും വാഗ്വിലാസ ശൈലിയിലൂടെയും ആയിരങ്ങളുടെ മനം കവർന്ന റഹ്മത്തുള്ള കാസിമി മുത്തേടം എന്ന പേരിൽ അറിയപ്പെടുന്ന താങ്കൾ, അങ്ങയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടക്കും മുമ്പേ താങ്കൾ ഇപ്പോൾ ഏത് പ്രസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏത് സംഘടനയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ഞാന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണെങ്കിലും ഞാൻ സമസ്തയെ ഒഴിവാക്കല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പഴയകാല സമസ്തയുടെ വിശ്വാസവും ആചാരവും ഒക്കെ പുലർത്തി പോരുന്ന ഒരാളാണ്. പിന്നെ എന്നാൽ കഴിഞ്ഞ ദഅവത്ത് ചെയ്യുക എന്നത് മാത്രമേ ഇപ്പൊ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു പ്രത്യേകമായ സംഘടനയുടെ ആഭിമുഖ്യം ഒന്നുമില്ല. എന്നാലാകട്ടെ എല്ലാ നന്മയെയും സ്വീകരിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ. കോഴിക്കോട് ടൗൺ ഹാളിൽ അങ്ങ് ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം താങ്കളെ സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് തഴയപ്പെട്ടു എന്ന അറിയിപ്പുകൾ പലയിടത്തും കാണാനിടയായി. എന്താണ് സംഭവിച്ചത്? സംഘടനയുടേതായ രീതികളുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും എന്നെ പോലത്തെ ആളെ സംഘടനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാകാം. ഓരോരുത്തർക്കും അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഓരോ തൗഫീഖ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഒരു തൗഫീഖ് എങ്ങനെയാണ്? അപ്പൊ എനിക്ക് ഞാൻ കണ്ടെത്തിയ സത്യത്തിലല്ലാതെ നിൽക്കാൻ കഴിയില്ല. സത്യത്തിൽ അതുകൊണ്ട് ആണ് ഞാൻ ഈ സ്റ്റാൻഡ് തെരഞ്ഞെടുത്തത്. അത് ആരെയും ചൊടിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മളൊരു നന്മ, ഒരു സത്യം അറിഞ്ഞാൽ അത് പറയുക എന്നുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ആ നിലക്കാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും എന്റെ മനസ്സ് അവിടെ തന്നെയാണ്. സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ അന്ന് പരിപാടി സംഘടിപ്പിച്ചത്. സമസ്തക്കെതിരെയോ മറ്റു നേതാക്കൾക്കെതിരെയോ ആർക്കെതിരെയും പറഞ്ഞതിനെ പറ്റി നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഇപ്പോഴും ആ സ്റ്റാൻഡിലാണ്, പറഞ്ഞില്ലേ? തീർച്ചയായും. ഞാൻ അടിയിറക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ അടിയുറപ്പിച്ചു തരേണ്ടത്. അബ്ദ് മഅബൂദായ ഒരാൾ, നമ്മളൊക്കെ അള്ളാന്റെ അബ്ദല്ലേ. ഒരു അബ്ദ് വേറൊരു അബ്ദിനെ പേടിക്കേണ്ട ആവശ്യം എന്താ? തീർച്ചയായും. ഇന്നമാ ദാലികും ശൈത്വാനു യുഖവിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. പിശാചാണ് നമ്മളോട് പറഞ്ഞിട്ട് പലരെയും പേടിപ്പിക്കുന്നത്. അത് ശരിയല്ലല്ലോ. നമ്മൾ അള്ളാഹിനെയല്ലേ പേടിക്കേണ്ടത്. ഞാൻ എനിക്ക് മനസ്സിലായ ഒരു സത്യം അള്ളാഹ്ക്ക് വേണ്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ്. ചോദ്യം പൂർത്തിയാകും മുമ്പേ മറ്റൊരു മറുപടിയിലേക്ക് താങ്കൾ നീങ്ങി. സത്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒന്നും തന്നെ അങ്ങ് കോഴിക്കോട് പരിപാടിയിൽ വെച്ച് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തെറി പ്രഭാഷണങ്ങൾക്കും ചീത്തവിളികൾക്കും എതിരെയാണ് അങ്ങ് സംസാരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങേക്കെതിരെ അങ്ങനെയൊരു റിപ്പോർട്ട് വരാൻ കാരണം? എനിക്കും അറിയില്ല എന്താണ് അങ്ങനെയൊക്കെ വന്നത്. എനിക്കറിയില്ല. ഉസ്താദുമാരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നാ ഞാൻ മനസ്സിലാവുന്നത്. കാരണം താങ്കൾ പൂർണ്ണമായും ആ ഒരു പ്രസ്ഥാനത്തിന് വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാണ്, പ്രസ്ഥാനമാണ് സമസ്ത. അതായത് ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം പല വീക്ഷണഗതിക്കാരും ഒരുപോലെ യോജിച്ചു നിന്ന ഒരു സംഘടനയാണ്. ഉദാഹരണം ഖുർആൻ പരിഭാഷ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത എന്നാണ് കെ വി ഉസ്താദിന്റെ വീക്ഷണം. ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എത്തും എന്നതായിരുന്നു ശംസുല്ലമ റഹ്മത്തുള്ളാഹിയുടെ വീക്ഷണം. ഈ രണ്ട് മഹാന്മാരും, ഒരാൾ ജനറൽ സെക്രട്ടറി, ഒരാൾ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വിവിധ വീക്ഷണങ്ങളെ ഒരുമിച്ച് നെഞ്ചിലേറ്റി കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത. അപ്പൊ ആ എന്റെ ഒരു വീക്ഷണത്തിൽ എന്റെ ഇങ്ങനെ ഒരു അപാകത വന്നു, ഉസ്താദന്മാരെ തെറ്റിദ്ധരിച്ചു എന്ന് അറിയൂല. ആരോ ഉസ്താദന്മാരെ കരുതി കൂടി തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഇപ്പോഴും നിലകൊള്ളുന്നത്, അങ്ങയുടെ മനസ്സുകൊണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നത് സമസ്തയുടെ കീഴിൽ തന്നെയാണ് എന്നാണ് താങ്കൾ പറയുന്നത്? അതെ, ഞാന് ബഹുമാനപ്പെട്ട വരക്കൽ മാലരി മുല്ലക്കോയ തങ്ങൾ മുതൽ ഇക്കാലം വരെ വന്ന
ആ രീതി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്കൊന്നും പുറകോട്ട് പോകാൻ കഴിയില്ല. നമ്മളൊക്കെ സുന്നത്ത് മാറ്റിലെ ആളുകളും സമസ്തയും ഒക്കെ തന്നെയല്ലേ. താങ്കളെ പുറത്താക്കപ്പെട്ടതായി ഔദ്യോഗിക വിവരങ്ങളൊന്നും താങ്കൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അത് എന്തോ അതിന്റെ കാരണം എനിക്കറിയില്ല. ഞാൻ പത്രദ്വാര നിങ്ങളൊക്കെ കണ്ടതുപോലെ ഞാനും കണ്ടു എന്നല്ല, അതിലപ്പുറം എനിക്കറിയില്ല. ജൂൺ 29 മുതൽ അങ്ങയുടെ റമദാൻ പ്രഭാഷണം 13ാമത് റമദാൻ പ്രഭാഷണം അരയടുത്ത പാലത്ത് അങ്ങയുടെ പ്രഭാഷണം നടക്കുകയാണ്. വൻ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്നു വന്നിരുന്ന പ്രഭാഷണത്തിൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെയാണ് 13ാമത് റമദാൻ പ്രഭാഷണം എന്ന പേര് നൽകിയിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ സംഘാടകർ? കഴിഞ്ഞ വർഷം വരെ പരിപാടികൾ നടത്തിയവർ തന്നെയാണോ? ഈ പരിപാടിയുടെ സംഘാടകർ എക്കാലത്തും കോഴിക്കോട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇക്കാലം വരെ. അല്ലാതെ ഒരു സമസ്ത ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു റമദാൻ പ്രഭാഷണം നടത്തിയിട്ടില്ല. SKSF നടത്തിയിട്ടില്ല. നടത്തിയത് കോഴിക്കോട് ക്ലാസ്സിലെ വരുന്ന അതിന്റെ വിദ്യാർത്ഥികളാണ് ഇക്കാലം വരെ ആ പരിപാടി നടത്തി പോണത്. ആ വിദ്യാർത്ഥികൾ തന്നെയാണ്, അതായത് കോഴിക്കോട് പട്ടണത്തിലെ ഉമറാക്കള്, ഉദ്യോഗസ്ഥന്മാര്, പിന്നെ തൊഴിലാളികള്, സാധാരണക്കാര്, ഇവരെല്ലാവരും ചേർന്നാണ് ഈ 12 വർഷവും പ്രഭാഷണം നടത്തുന്നത്. അങ്ങയുടെ പ്രഭാഷണത്തെ ഇപ്പോൾ ഈ വർഷം അവർ തന്നെയാണ്. അങ്ങയുടെ പ്രഭാഷണത്തെ സ്നേഹിക്കുന്നവർ തന്നെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. പ്രഭാഷണാധികാരിക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പേര് നൽകിയിരിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കളാണ്, പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിലെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. എന്താണ് പ്രതികരിക്കുന്നത്? അത് ശരിയല്ല. പിന്നെ മുഹമ്മദ് ശിഹാബ് എന്ന വ്യക്തി എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു വലിയ മഹാനായിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിനെ തെരഞ്ഞെടുത്തത്. ഒന്ന്. രണ്ടാമത്തത്, പിന്നെ മുസ്ലിം ലീഗ്, ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിം ലീഗ്, ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കൗൺസിലറാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന കമ്മിറ്റിയിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കൗൺസിലറാണ്. എന്റെ വാർഡ് മുസ്ലിം ലീഗ് കൗൺസിലറാണ്. എന്റെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൗൺസിലറാണ്. നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് കൗൺസിലറാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കൗൺസിലറാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായി മുസ്ലിം ലീഗ് എന്റെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പിന്നെ അവര് നന്മകൾക്കൊക്കെ കൂടെ നിന്ന് തെളിയിക്കുന്നു. അല്ലാതെ ഞാനും മുസ്ലിം ലീഗും തമ്മിൽ ഈ പരിപാടിയുടെ പേരിൽ ഒരു ഗൂഢമായ അണ്ടർസ്റ്റാൻഡിങ്ങോ മറ്റൊന്നുമില്ല. ഒരു മൂന്നാം മുന്നണിക്ക് എല്ലാ നന്മയെയും സഹായിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ഈ നന്മയെ അവർ സഹായിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. ഈ ഒരു സന്ദർഭത്തിൽ SKSF പ്രമുഖ പ്രഭാഷകനും നേതാവുമായ മുജീബ് ഫൈസി പൂലോട് സോഷ്യൽ മീഡിയയിൽ അങ്ങേക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങയുടെ പ്രഭാഷണവുമായി സമസ്തക്ക് ഒരു ബന്ധവുമില്ലെന്നും അങ്ങയുടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നും ശിഹാബ് തങ്ങളുടെ പേരിൽ താങ്കൾ ഭിന്നിപ്പിന് ശ്രമിക്കുകയാണെന്നൊക്കെ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. SKSF സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ. SKSF പ്രവർത്തകർ തന്നെ അതിനോട് യോജിക്കുന്നില്ല. അള്ളാഹു മഹാപ്രതാപശാലി എന്നാണ് 1-ാം ദിവസത്തെ വിഷയം. അനാഥ സംരക്ഷണത്തിനും അതിരുകളോ എന്നാണ് 2-ാം ദിവസത്തെ വിഷയം. അബുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നും മലബാറിന്റെ ആത്മീയ സുൽത്താൻ എന്നാണ് 3-ാം ദിവസത്തെ വിഷയം. പിന്നെ ആധുനിക ശാസ്ത്രം മുസ്ലിമിന്റെ അപഹരിക്കപ്പെട്ട സ്വത്ത് എന്നാണ് മറ്റൊരു ദിവസത്തെ വിഷയം. ഏതൊരു മുസ്ലിമിന്റെ വേദനയാണ്, ഏതൊരാളുടെയും വേദനയാണ് ഒരു മുസ്ലിമിന്റെ വേദന എന്നതാണ് വേറെ ദിവസത്തെ വിഷയം. നരകമോചനം എന്നാണ് മറ്റൊരു ദിവസത്തെ വിഷയം. ഒളിച്ചോടത്തിന് പെൺകുട്ടി ആരാണ് പ്രതികൾ എന്നാണ് മറ്റൊരു ദിവസത്തെ വിഷയം. ഇതിലെ അനൈക്യത്ത് എവിടെ അനൈക്യം? ദജ്ജാൽ അടുത്തെത്തി നമുക്ക് ചുറ്റും ചെകുത്താന്റെ കാൽപ്പാടുകൾ. ഇത് ഖുർആൻ ഹദീസ് നമ്മുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയ ഒരു സത്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തെ ടെക്നോളജികൾ കൊണ്ടും മറ്റൊക്കെ നമുക്കത് ഇസ്രായേലിന്റെ കളികളും കൊണ്ട് നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. അതിൽ എവിടെയാണ് അനൈക്യം? ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു വിഭാഗം ആളുകൾ മുജീബ് ഫൈസിയുടെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ്, താങ്കൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സമസ്തയും അതുപോലെ തന്നെ SKSF പ്രവർത്തകരും അങ്ങയുടെ കൂടെ ഉണ്ടാവുമോ? പരിപാടിയുമായി സഹകരിക്കുമോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഞാൻ അതിലെ SKSF സഹകരിക്കുമെന്നോ സമസ്ത സഹകരിക്കുമെന്നോ പറയുന്നതിന് പകരം പിന്നെ ഈ കാലം വരെ എന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രഭാഷണത്വവും കേരളത്തിലെ സംഘടനാ ഭേദമന്യേ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. വീണ്ടും ഇത് സ്വീകരിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ.
താങ്കൾ സമസ്തയെ പ്രതിനിധാനം ചെയ്ത അല്ലെങ്കിൽ SKSSFനെ പ്രതിനിധാനം ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്കാണ് അവർ പരിപാടിയുമായി ഇതുവരെ സഹകരിച്ചിരുന്നത്. ഇനിയും ആ സഹകരണം അവരിൽ നിന്നുണ്ടാവും എന്ന് തന്നെയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയല്ല. SKSFനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അല്ല ഇക്കാലം വരെ ഈ പ്രഭാഷണത്തെ സ്വീകരിച്ചത്. കേരളത്തിലെ ഈ പ്രഭാഷണത്തിന് വിഷയമാക്കിയ പല കാര്യങ്ങളും കേരളത്തിലെ വിവിധങ്ങളായ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളും സ്വീകരിക്കുകയും പലപ്പോഴും നല്ല അഭിപ്രായം എന്നോട് യാത്രയിലും മറ്റും അല്ലാതെയും നേരിട്ട് മെസ്സേജ് അയച്ചും കത്തയച്ചും ഒക്കെ അനുമോദനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് വിവിധങ്ങളായ സംഘടനകളിലെ ആളുകളും ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കേവലം ഒരു SKSFന്റെ ഒരാൾ എന്ന നിലയിൽ അല്ല, അത് പകരം ഒരു നന്മയെ സ്വീകരിക്കുക എന്ന നിലക്ക് എല്ലാ വിഭാഗം ആളുകളും ഇതില് സ്വീകരിച്ചിട്ടുണ്ട്. അതേ സമസ്തയും സ്വീകരിക്കും തന്നെയാണ്. സമസ്ത SKSF ഒക്കെ അവർ ഈ വർഷം അത് സ്വീകരിക്കും തന്നെയാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായും ചില ആളുകൾക്കൊക്കെ എന്തോ അഭിപ്രായക്കേടുള്ളൂ, മറ്റൊന്നും ഒരു പ്രശ്നമില്ല. അത് എല്ലാവരും സ്വീകരിക്കും. AP വിഭാഗം ഞാനും തമ്മിൽ ചെറിയൊരു അഭിപ്രായക്കേട് നേരത്തെ ഉണ്ടായിരുന്നു. അതും തികച്ചും സംഘടനാപരമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായ വിരോധമൊന്നും അതും നിലനിൽക്കുന്നില്ല. അപ്പൊ എല്ലാവരും അത് സ്വീകരിക്കും തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. അഥവാ ഇനി താങ്കൾക്കെതിരെ സമസ്തയോ അല്ലെങ്കിൽ SKSSF നേതാക്കളോ ഒരു കടുത്ത തീരുമാനത്തിന് മുതിർന്നാൽ താങ്കളുടെ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് സംഘടനയുടെ കൂടെയായിരിക്കും? ഞാൻ ഈ ലോകത്ത് എന്ത് തീരുമാനത്തെയും ഭയപ്പെടുന്നില്ല. ഞാൻ അള്ളാഹു അല്ലാത്ത ഒരാളെയും ഭയപ്പെടില്ല. എനിക്ക് എതിരെ എന്ത് തീരുമാനിക്കാൻ എന്നെ കൊല്ലാനോ കൊന്നാലെന്താ, ഞാൻ മരിച്ചു കൊല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മൾ ഇലാ റബ്ബിനാ റാജിഊൻ എന്ത് വിഷയമുള്ളത്. അതല്ല എന്നെ എന്ത് ചെയ്യാനാണ് എന്നെ കടുത്ത നിലപാട് നമ്മൾ എന്നൊക്കെ നിലപാടിന് എനിക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യം മനസ്സിലാക്കിയാൽ അതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല. ഞാൻ ഒരു നിലപാട് എനിക്ക് വിഷയമല്ല. ഞാൻ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് പോലും ഞാൻ ആലോചിക്കില്ല. ആ സത്യം പറയാനുള്ളതാണ് ലക്ഷ്യം. ഏത് തീരുമാനത്തെയും നേരിടാൻ തയ്യാറായി തന്നെയാണ് താങ്കൾ നിൽക്കുന്നത്. നേരിടുകയാണെന്ന് വാക്കിന് പോലും ഞാനൊരു ശത്രു പോലും ഉണ്ടെന്ന് ചിന്തിക്കണില്ല. എനിക്ക് ബാധ്യത ഞാൻ നിർവഹിക്കുന്നു. ശത്രു എന്നെ സംബന്ധിച്ച വിഷയം തന്നെയല്ല. ആരും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയുക, എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. അത് കരുതി അത് വിചാരിച്ച് മറ്റുള്ളവരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. അവർക്ക് എനിക്ക് മനസ്സിലായ അത്ര അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരോട് സാധിപ്പിക്കുകയേ വേണ്ടുള്ളൂ, അല്ലാതെ ഞാൻ അവരെ ആക്ഷേപിക്കാനില്ല. താങ്കൾ പറഞ്ഞു സമസ്തയുടെ ആദർശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് താങ്കൾ എന്ന് ആദ്യം തന്നെ പറയുകയുണ്ടായി. ഇനി സമസ്ത പറയുന്നു സമസ്തയുടെ ഒരു വേദികളിലും അല്ലെങ്കിൽ സമസ്തയുടെ അനുവാദമില്ലാതെ ഒരു വേദികളിലും താങ്കൾ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാവുമോ? ദഅവത്ത് എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ലേ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ. ഇത് ഖുർആൻ പറഞ്ഞല്ലേ. ദഅവത്ത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയല്ലേ. പ്രത്യേകിച്ച് രണ്ടക്ഷരം കൂടുതലൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചതിനനുസരിച്ച് ബാധ്യത നമുക്കില്ലേ. അത് തടയാൻ ഒരാൾക്കും അവകാശമില്ല. ഇനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയുടെ വേദികളിൽ അവസരം കിട്ടിയാൽ താങ്കൾ പ്രഭാഷണത്തിന് തയ്യാറാവുമോ? അതേക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞാൻ എന്റെ വീക്ഷണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു. പാകതകളും അപാകതകളും എല്ലാവരിലും ഉണ്ട്. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു. സുന്നി ഐക്യത്തെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും പരസ്പരം പോസ്റ്റും മാപ്പാക്കിയും ഒരു സുന്നി ഐക്യം ലോകത്ത് തന്നെ വഹദത്തുൽ ഉമ്മ രൂപപ്പെട്ടു വരണമെന്നാണ് എന്റെ വീക്ഷണം. ഇനി എന്താണ് അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് പ്രവേശിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാന് നേതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. രണ്ടാം പടി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോഴേ അതിന്റെ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങയുടെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് താങ്കളുടെ പ്രതീക്ഷ? തീർച്ചയായും വിജയിക്കും. എന്താണെങ്കിലും എനിക്ക് അള്ളാഹുവിന്റെ സവാബ് ലഭിക്കും. കാരണം എനിക്ക് അള്ളാഹു എന്ന ലക്ഷ്യത്തിലല്ലാതെ ഞാൻ ഈ ഒരു സ്വരം എന്നിൽ നിന്നുണ്ടായിട്ടില്ല.
മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു പോയാൽ വരുന്ന ആപത്ത് ഭീകരമായ ഭാവിയാണ് മുസ്ലിമീങ്ങൾ വരാൻ പോകുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കുക മാത്രമാണ്. അത് ഞാൻ ഒരുക്കി തീർന്നാലും അത് ഞാൻ പറയും. താങ്കൾ ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ശേഷം അങ്ങക്കെതിരെ നടപടി വരികയുണ്ടായി. അതിനുശേഷം സമസ്തയുടെ നേതൃത്വവുമായി ആദ്യത്തേതുപോലെ താങ്കൾക്ക് ബന്ധമുണ്ടോ? വ്യക്തിപരമായി എല്ലാ പണ്ഡിതന്മാരുമായി എനിക്ക് ബന്ധമുണ്ട്. അവരൊക്കെ ഞാൻ വളരെ നല്ല അടുപ്പം എന്നോട് സൂക്ഷിക്കുന്നവരും ഉപദേശിക്കുന്നവരും നല്ല വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരും എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവരുമാണ് എല്ലാവരും. നേതൃയോഗങ്ങളിലും ചർച്ചകളിലും അങ്ങ് പങ്കെടുക്കാറുണ്ട്? അങ്ങനെയില്ല. അങ്ങനെ നേതൃയോഗങ്ങളിലോ ചർച്ചകളിലോ പങ്കെടുക്കാറില്ലെങ്കിലും വ്യക്തിപരമായി എല്ലാ പണ്ഡിതന്മാരും ഞാനുമായി വളരെ നല്ല നിലപാട് സൂക്ഷിക്കുന്നവരാണ്. മാവൂരിൽ SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു റമദാൻ പ്രഭാഷണം നടക്കുന്നുണ്ട്. സമദ് പൂക്കോട്ടൂരിൻ്റെ ഒരു വാശി പോലെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. റമദാനല്ലേ, എല്ലാവരും നടത്തട്ടെ. നന്മയല്ലേ, നന്മ എല്ലാവരും ചെയ്യട്ടെ. അതൊക്കെ നല്ല കാര്യമല്ലേ. എല്ലാം നല്ലത് നമ്മൾ സഹകരിക്കണം. സുന്നി ഐക്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. എന്നിട്ടും സമവായ മലമുണ്ടിവായ എന്ന പരിഹാസമാണ് കേൾക്കാൻ സാധിച്ചത്. പരിഹാരം ഉണ്ടാവും, നമ്മൾ ശ്രമിച്ചാൽ പരിഹാരം ഉണ്ടാവും. എല്ലാ കാലത്തും മനുഷ്യർ വിഡ്ഢികളാവൂല, പരിഹാരം ഉണ്ടാവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസികയിൽ അങ്ങക്കെതിരെ ഒരു പരാമർശം വരികയുണ്ടായി. അതിനുശേഷമാണെന്ന് തോന്നുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ അദ്ദേഹത്തിൻ്റെ സംഘടനക്കെതിരെയും അങ്ങ് പ്രസംഗങ്ങളിൽ ഉടനീളം പരാമർശിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തോട് താങ്കൾ ക്ഷമാപണം നടത്തി എന്ന് കേൾക്കുന്നു. വ്യക്തിപരമായ ചില പരാമർശങ്ങൾ പിന്നെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പട്ടിക്കാട് പ്രഭാഷണത്തിൽ വെച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് അന്ന് എനിക്ക് ഒന്നും കൂടെ ചെറുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 5-8 വർഷങ്ങൾ കഴിഞ്ഞു നമുക്കൊക്കെ പക്വത എത്തുമല്ലോ കാലൊക്കെ കഴിയുമ്പോ. തീർച്ചയായും. അപ്പൊ വ്യക്തിപരമായി പരാമർശങ്ങൾ ആരെക്കൊട്ട് നടത്തിയാലും അത് നാളെ അള്ളാന്റെ കോടതിയിൽ ഭയപ്പെടേണ്ട കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട AP മുസ്ലിയാരെ വിളിച്ച് പിന്നെ എന്നോട് വ്യക്തിപരമായി ഞാൻ അഭിപ്രായം ചില വാക്കുകൾ പറഞ്ഞിരുന്നു, അത് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് മാപ്പാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു അനൗചിത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കൊക്കെ അത് വിഷമമായില്ല, എനിക്കത് വിഷമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിന്നെ നിങ്ങള് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുന്നതിനൊക്കെ പൊരുത്തപ്പെടിക്കുക. അവിടെ നിങ്ങൾക്ക് പരസ്പരം പൊരുത്തപ്പെടിക്കാൻ വഴി ഉണ്ടാവില്ല. ഞങ്ങളെ ഹസനത്ത് അവർക്ക് എടുത്തു കൊടുക്കൽ മാത്രമാവും. അതുകൊണ്ട് എന്റെ ഹസനത്ത് അവർക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചു പോയി. അതിന്റെ കയ്യിലുള്ള കടുത്ത തെറ്റായിരുന്നു. ഞാൻ അതിൽ നിന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുള്ള തിരുകേശം, ഈ അടുത്ത് അഹമ്മദ് ഹസറജി പ്രദർശിപ്പിച്ച പാനപാത്രം തുടങ്ങി മുത്തറസൂലുള്ളാഹി തങ്ങളുടെ ആസാറുകളെയെല്ലാം എതിർക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കളുടെ വീക്ഷണം എന്താണ്? കരനടച്ച് എതിർക്കുക എന്ന പ്രവണതയെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഓരോന്നിനും വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടൊക്കെ സ്വദേശപരമായി പിന്നെ പറയേണ്ടത് പറയുകയും തിരുത്തേണ്ടത് തിരുത്തുകയൊക്കെ ചെയ്യുന്ന രീതി പഴയ കാലത്തെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ആ രീതി സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് ഉണർത്തണം തന്നെയാണ് എന്റെ വീക്ഷണം. ഇന്ന് വെള്ളി, മറ്റന്നാൾ അങ്ങയുടെ റമളാൻ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? കേരളത്തിലെ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കും. 9 ദിവസം ജൂലൈ 20 തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇന്നയാള് ഇന്ന ദിവസം പങ്കെടുക്കുമെന്ന് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ കേരളത്തിലെ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഭരണകക്ഷി പ്രതിപക്ഷം പിന്നെ മതസംഘടനകളിൽ തന്നെ പ്രധാനപ്പെട്ട പല സംഘടനകളിലെ ആളുകളും പങ്കെടുക്കും. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്.
ഇങ്ങനെ ഒരാളെ മാത്രം പ്രത്യേകിച്ച് പറയേണ്ട, സംഘന്മാരൊക്കെ പങ്കെടുക്കും, പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കും. അവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ നഗറിലേക്ക് സമ്മതം തന്ന് നിർദ്ദേശിച്ചത് മുനവ്വർ ശിഹാബ് തങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലും ഇന്റർനെറ്റ് റേഡിയോ വഴിയും നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങയുടെ വാക്കുകൾ കാതോർക്കുകയാണ്. ഈ കൂട്ടത്തിൽ SKSSFകാരുണ്ട്, SSFകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, വിവിധ സംഘടനാ പ്രവർത്തകരുണ്ട്. എല്ലാവരും താങ്കളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോടായി താങ്കൾക്ക് എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നാം മുസ്ലിമീങ്ങൾ ലോകത്ത് നന്മ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു സമൂഹമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹാവേദഗ്രന്ഥവും ഒരു മഹാപ്രത്യയശാസ്ത്രവും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും കരണീയമാവുകയും സ്വീകാര്യമാവുകയും ചെയ്യുന്ന വിധത്തിൽ അവരെ ഏൽപ്പിക്കേണ്ട ദൗത്യമാണ് നമ്മുടേത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവും മാനദണ്ഡവും പാഥേയവും സൽസ്വഭാവമാണ്. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതത്തെ ഇത്രമേൽ ലോകത്തിന് മേൽ അനുഭവവേദ്യമാക്കിയത് പുണ്യ റസൂലിന്റെ സൽസ്വഭാവം കൊണ്ടായിരുന്നു. ഖുർആൻ പുണ്യ റസൂൽ തന്നെ പറഞ്ഞത് സൽസ്വഭാവിയാണ് ആദ്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ്. അസ്ഖൽ മാഫിൽ മീസാനി അൽ ഖുലുഖുൽ ഹസൻ, തുലാസിൽ ഏറ്റവും കരം തൂങ്ങുന്നതും സൽസ്വഭാവമാണെന്നാണ് പുണ്യ റസൂൽ പറഞ്ഞത്. ഇത്രയും സൽസ്വഭാവത്തിന് പ്രാധാന്യം നൽകി സൽസ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് ആഫ്രിക്കൻ ഇരുണ്ട ഭൂഖണ്ഡം മുതൽ യൂറോപ്പിന്റെ അങ്ങേഭാഗം വരെ പിടിച്ചടക്കിയ ഒരു സമൂഹം ഇന്ന് എല്ലാവർക്കും വേണ്ടാതാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പരസ്പരമുള്ള വിദ്വേഷവും അതിൽ കവിഞ്ഞ പകയുമാണ്. ഇത് നമ്മൾ പരിഹരിച്ചേ മതിയാവൂ. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ്, നമ്മുടെ കെലിമ ഒന്നാണ്, നമ്മുടെ നേതാവ് മുത്ത റസൂൽ ഒന്നാണ്, നമ്മൾ ഒരേ ദിശയിലേക്ക് നിസ്കരിക്കുന്നവരാണ്. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു മുസ്ലിമിനെ ഒരു സഹോദരനായി കാണാനുള്ള ഒരു മാന്യത നമ്മൾ കണക്കാക്കിയേ പറ്റൂ. ഏതൊരു മനുഷ്യനോട് നമ്മൾ മാന്യത പുലർത്തിയവരാണ്. പിന്നെ എന്തുകൊണ്ട് മറ്റൊരു മുസ്ലിം മറ്റൊരു സംഘടനയായി പോയി എന്നതിന്റെ പേരിൽ എന്തുകൊണ്ട് അവനോട് നമ്മൾ അസ്പൃശ്യത കൽപ്പിക്കുന്നു, മാന്യത വിട്ട് പെരുമാറുന്നു? അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത മാന്യതയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സൽസ്വഭാവമാണ്. അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ മുഖ്യമായ ലക്ഷ്യം. അതുവഴി തൗഹീദിന്റെ മഹത്വവും വിശാലതയും ലോകത്ത് അറിയിക്കുകയും ചെയ്യുക. ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന SKSSFന്റെ പ്രവർത്തകരോടായി KMIC ന്യൂസിന് പറയാനുള്ളത്, നിങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി പറഞ്ഞ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് കാസിമി ഉസ്താദിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. നന്ദി ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദിന്. തിരക്ക് പിടിച്ച സമയത്തും KMIC ന്യൂസിന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയങ്ങൾ കണ്ടെത്തിയതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടെ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു. KMIC ന്യൂസ് ടൈം ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 രാത്രി 11:30 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.